നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. CCTV ദൃശ്യം പോലീസിന് ലഭിച്ചതോർക്കാതെ വ്യാജ നമ്പർ പ്ലേറ്റുള്ള സ്കൂട്ടറിൽ വിലസിയ മോഷണ കേസ് പ്രതിയെ കോഴിക്കോട്ട് നിന്നും തേഞ്ഞിപ്പലം പോലീസ് പിന്തുടർന്ന് പിടികൂടി. കണ്ണമംഗലം സ്വദേശി മുഹമ്മദ് സ്വാലിഹാണ് പിടിയിലായത്. പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിശ്ശിയിൽ കാർ കത്തി നശിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് കാർ കത്തി നശിച്ചത്. കാർ നിർത്തി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം. മൂന്നിയൂർ ആലഞ്ചുവടിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തകർന്ന് ഗതാഗതം ദുരിതമായ കാളികാവ് പഴയ പാലത്ത് ടാറിംഗ് നടത്താൻ തീരുമാനം. വണ്ടൂർ കാളികാവ് റോഡിന്റെ 2ാം ഘട്ട ടാറിംഗിലാണ് പാലം നവീകരണം കൂടി ഉൾപ്പെടുത്തുന്നത്. 12 കോടി ചിലവിലാണ് നവീകരണം നടക്കുക. മമ്പുറം VK പടി റോഡിൽ വെട്ടത്ത് പീടിക പുഴമൽ സർവീസ് റോഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് റോഡിൽ വീണതിനാൽ ഗതാഗത തടസ്സം നേരിട്ടു. കുറ്റിപ്പുറത്ത് നാട്ടുകാരെ വെല്ലുവിളിച്ച് ടൗണിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ബസ് സ്റ്റാൻഡിലെ ചായക്കടയുടെ ചില്ല് തകർന്നു. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്ത ശേഷം യുവാവിനെ കംബോഡിയയിലേക്ക് കടത്തിയ കേസിലെ പ്രതിയെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നിലമ്പൂർ പടിക്കുന്ന് ഭാഗത്ത് കളത്തുംപടിയിൽ വീട്ടിൽ സഫയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവസാന മിനുക്കുപണികളിലേക്ക് കടന്ന് 6 വരി പാത. പൊന്നാനി മേഖലയിൽ റോഡ് പെയിന്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. റോഡിലെ ഡിവൈഡറുകളിൽ പെയിന്റിംഗ് പുരോഗമിക്കുകയാണ്. മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ച് KCJM ഹൈസ്കൂൾ. വാണിയമ്പലം കസേവിയ പാർക്കിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ LKG, UKG, JRC കുട്ടികൾ പങ്കെടുത്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.